24 വർഷത്തെ സേവനത്തിന് ശേഷം ഡോക്ടർ R.K. സാമുവൽ മെയ് 31 വിരമിക്കുന്നു. അദ്ദേഹത്തിന് ഇന്ന് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഗംഭീര യാത്രയയപ്പ് നൽകി. ചടങ്ങിൽ കവിത, ഗാനസല്ലാപം തുടങ്ങിയവ അരങ്ങേറി. വേറെ കുറച്ചുപേര് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു പ്രസന്നമ്മ സാറ് എന്നെ വിളിച്ച് പറഞ്ഞു, അദ്ദേഹത്തിന് ട്രിവാൻഡ്രത്ത് വരാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, അവിടെ ഭയങ്കര മഴ, തിരിച്ചു പോകാൻ താമസിക്കാണ്ട് പുള്ളി വരുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ ഷായ് സാറിനെ ഞാൻ വിളിച്ചിട്ട് പുള്ളി അദ്ദേഹം ഫോൺ എടുത്തില്ല. അത് ഏറ്റവും കൂടുതൽ നമ്മൾ വരണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഷായ് സാർ. ഒരുപാട് നാളായി അദ്ദേഹത്തെ കണ്ടിട്ട്. ഞാൻ പലവട്ടം വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലായിരുന്നു പുള്ളി. പിന്നെ ബാക്കി എല്ലാവരും നമ്മുടെ ഡയറിയിൽ കുറച്ച് പേരാണ്. അത് ഇനിയിപ്പം കുറച്ച് പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യ പ്രശ്നവും ഇതിനിടയ്ക്ക് ഒരു കല്യാണം കൂടെ നടന്നുകൊണ്ട് എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റിയില്ല. ഉള്ളവരെ വെച്ച് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മളെ ഇതിനൊരു ഈശ്വര പ്രാർത്ഥന അപ്പം നമുക്ക് ഒരു മൗന പ്രാർത്ഥന, ഈശ്വര പ്രാർത്ഥന ഒരു മിനിറ്റ് വെച്ച് നമുക്ക് ആരംഭിക്കാം. എല്ലാവരും ഒരു ഈശ്വരം ചെയ്യും. ആദ്യമായിട്ട് നമുക്ക് ഒരു ഗാനം ആലപിച്ച് വരത്തില്ല. സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും ഉണ്ടാവാതെ വളരെ ക്ലിയർ നോട്ടിൽ ഒരാൾക്ക് പോകാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. അത് സാമുവലിനുണ്ടായി എന്നുള്ളത് വലിയ നല്ലൊരു കാര്യം തന്നെയാണ്. ഫോർ ദാറ്റ് ഈ ഡിസേർവ്സ് എന്താ പറയണ്ടേ, എൻ്റെ ഒരു അനുമോദനങ്ങൾ ഞാൻ അദ്ദേഹത്തിന് നൽകുകയാണ്. പിന്നെ സാമുവൽ അതെ, അപ്പം മിൽമയുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് മിൽമയെ പറ്റി ഒരുപാട് പ്രശ്നങ്ങളും പരാതികളൊക്കെ. പക്ഷേ മിൽമയുടെ വെളിയിൽ മിൽമ ഒരു സംഭവമാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിലാണ്. അതായത് ഈ കേരളം എന്ന ഈ സംസ്ഥാനത്തിൻ്റെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ 10-40 വർഷമായിട്ട് ഈ കേരളത്തിൽ വലിയ പരിക്കുകളൊന്നും കൂടാതെ മുന്നോട്ട് പോകുന്ന 1-2 സ്ഥാപനങ്ങളിലൊന്നും മിൽമയാണ്. അതിൽ ശരിക്കും നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ നമുക്കത് പറയാൻ പറ്റും. അകത്തൊരുപാട് ഇഷ്യൂസ് ഉണ്ട്, കുഴപ്പങ്ങളാണ്, മൊത്തം പ്രശ്നങ്ങളാണെന്നുള്ളത് ഞാനിങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതൊക്കെ ആയിരിക്കാം. പക്ഷേ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം അതിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നല്ലൊരു ഫൗണ്ടേഷനാണ്. അത്രയ്ക്ക് സോളിഡായിട്ടുള്ള ഒരു ഫൗണ്ടേഷനിൽ ഉയർത്തിയ ഒരു പ്രസ്ഥാനമാണ് മിൽമ. അത് നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റുകയില്ല. സാമൂലൊക്കെ ആ ഒരു ആരംഭഘട്ടത്തിൽ, ഈ മിൽമയുടെ ആ ഒരു ആരംഭഘട്ടത്തിൽ ഒരുപാട് പ്രയത്നിച്ചിട്ടുള്ള ആൾക്കാരാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള ആ ഒരു അഭിമാനത്തോടു കൂടി തന്നെ സാമൂലിന് പോവാം. ഇപ്പം തന്നെ ഞാൻ പലപ്പോഴും ഞാനും ദേവരാം പിള്ളയും ചിലപ്പോൾ നമ്മൾ വലിയ അടുത്ത സുഹൃത്തുക്കളല്ലേ, അപ്പോൾ വേറെ ജോലിയൊന്നുമില്ലല്ലോ. അപ്പോൾ ദേവരാം പിള്ളയായിട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ നമ്മളൊരു ടൈം മെഷീനിൽ കയറി ഒരു 40 വർഷം പിന്നോട്ടങ്ങ് പോകും. അപ്പോൾ നമ്മൾ അങ്ങ് സഞ്ചരിക്കുകയാണ്. കൊടി തൂക്കിയ കുന്ന്, പച്ച പാലോട് എന്ന് വേണ്ട മിതിർമല, ഇങ്ങനെ പലയിടത്തും സഞ്ചരിച്ച് നമ്മളുടെ അത് വലിയൊരു അനുഭവം. കാരണം നമ്മളുടെ ചലഞ്ചസ്, നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, വേദനകൾ, ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ഇതൊക്കെ ഒന്ന് സംസാരിക്കുക. അതുകൊണ്ട് ഞാനും സാമൂഹ്യടുത്ത് വന്ന് യു ഹാവ് ക്രിയേറ്റഡ് മെമ്മറീസ്. ഇനി അതൊക്കെ ചെറിഷ് ചെയ്ത് അതൊക്കെ ഓർമ്മ പുതുക്കി മുന്നോട്ട് പോവുക. പിന്നെ സാമൂഹ്യനോട് ഈ അവസരത്തിൽ ഒരു ചെറിയ അഡ്വൈസ് മാത്രമേ ഉള്ളൂ. സാമൂഹ്യനിപ്പോൾ ഫുൾ ഫ്രീഡം കിട്ടിയിരിക്കുകയാണ്. 30-34 വർഷമായിട്ട് വലിയ ഫ്രീഡമൊന്നുമില്ല. ഫ്രീഡം ഉണ്ട്, പക്ഷേ മറ്റു പലരുടെയും ആ ഇതിൻ്റെ അകത്ത് നിന്നുള്ളൊരു ഫ്രീഡമാണ്. ഇപ്പം അങ്ങനല്ല, പൂർണ്ണ ഫ്രീഡമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ പറ്റും. അതൊരു വലിയ ഘടകമാണ്. നമ്മളിപ്പോൾ പലർക്ക് വേണ്ടിയിട്ടും ജീവിച്ചിട്ടുണ്ട്, ഇപ്പോഴും ജീവിക്കുന്നത് അങ്ങനെയാണ്, മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ നമുക്ക് വേണ്ടി ജീവിക്കാം, അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മളുടെ പാഷൻ, നമ്മളുടെ ഇഷ്ടങ്ങൾ, നമ്മളുടെ കൊച്ചു സന്തോഷങ്ങൾ, ഇതിനൊക്കെ വേണ്ടിയിട്ട് വളരെ സീനിയറായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ഒരു സർവേ എടുത്തപ്പോൾ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയുണ്ട്, ആർ യു സാറ്റിസ്ഫൈഡ് എന്നൊക്കെ ചോദിക്കുമ്പോൾ 85% പേരും പറഞ്ഞത് സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ്. കുറച്ചുകൂടെ മികച്ച രീതിയിൽ ജീവിക്കാമായിരുന്നു. അത് വേറൊന്നുകൊണ്ടല്ല, ആ ഒരു സെൽഫ് ഇമ്പോസ്ഡ് റെസ്ട്രിക്ഷൻസ്, നമ്മളിങ്ങനെ
നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് ചെയ്യാൻ മടി തോന്നുന്ന ഓരോ കാര്യങ്ങൾ. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. നല്ല നമുക്ക് നമ്മുടെ പാഷൻ അല്ലെങ്കിൽ നമ്മളുടെ സന്തോഷങ്ങൾ എല്ലാം നമ്മൾ തുടർന്ന് നമുക്ക് ഇങ്ങനെയുള്ളൊരു നഷ്ടബോധം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അത് ഉണ്ടാവാത്ത രീതിയിൽ സൂക്ഷിക്കണം. പിന്നെ ഈ അവസരത്തിൽ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എല്ലാ നന്മകളും സാമുവലിന് നേർന്നുകൊണ്ട് സാമുവലിനും കുടുംബത്തിനും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. നന്ദി. അത് പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്നെ അറിയാത്താരും ചിലരൊക്കെ ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് അപ്പോൾ തുടങ്ങാം. പ്രിയപ്പെട്ടവരെ, ഞാൻ പേരെടുത്താരും ഇപ്പോൾ ഇത് പറയുന്നില്ല. നമ്മുടെ വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടറായി പിൽക്കാലത്ത് സീനിയർ മാനേജർ ലെവലിൽ ഒക്കെ എത്തി നമ്മളെ വിട്ടുപിരിഞ്ഞ് പോവുകയാണ് സാമുവൽ. ഇംഗ്ലീഷിലൊരു സേയിങ് ഉണ്ട്, ഇപ്പോൾ നിങ്ങളൊരു കേട്ട് കാണും, പാർട്ടിങ് ഈസ് പെയിൻഫുൾ. വേർപിരിയൽ വേദനാജനകമാണ്. ഏതെവിടെയായാലും അത് നമ്മളൊരു ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ജോലിയിൽ നിന്ന് വിട്ടു പോകുമ്പോഴോ അല്ലെങ്കിൽ സൗഹൃദങ്ങൾ വേർപിരിയുമ്പോഴോ ജീവിതത്തിൽ നിന്നും പിന്നെ വേറൊരു ജീവിതത്തിലോട്ട് പോകുമ്പോഴോ ഒന്നും വേണ്ട, പാർക്കുന്ന ഇടം തന്നെ മാറിയാലോ അവിടെയെല്ലാം മനുഷ്യൻ വേദനയ അല്ലെങ്കിൽ പാർട്ടിങ്ങിൻ്റെ വേർപാടിൻ്റെ മുദ്രകൾ വിതച്ചിട്ടാണ് നമ്മൾ അപ്രത്യക്ഷരാകുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇതുവരെ ഒരു ലൈഫുണ്ടായിരുന്നു, ഔദ്യോഗിക ജീവിതത്തിലെ ഒരു കളറിൽ ഒരുപാട് കാര്യങ്ങൾ. അത് മാറി. നാളെ തൊട്ട് 31 കഴിഞ്ഞാൽ അതില്ല. എൻ്റെ ഓർമ്മകളിൽ വരുന്നത് സിനിമയിൽ ആ ഭാഗം വെട്ടി ചേർത്തിട്ടുണ്ട്. കേൾക്കുമ്പോൾ എന്താണ് ഈ വേർപിരിയലിൻ്റെ വിഷമം എന്താണെന്ന് മനസ്സിലാകുന്നത് അവിടെയാണ്. പകലായ പകലൊക്കെ വറ്റിക്കഴിഞ്ഞിട്ടും പതിവായി നീ വന്ന നാളിൽ പിരിയാതെ ശുഭരാത്രി പറയാതെ കുന്നിൻ്റെ ചെരുവിൽ കിടന്നു നമ്മൾ. പുണരാതെ ചുംബനം പകരാതെ മഞ്ഞിൻ്റെ കുളിരിൽ കഴിഞ്ഞു നമ്മൾ. വരുമെന്നു ചൊല്ലി നീ ഘടികാര സൂചിതൻ പിടി നിൽക്കുന്നില്ല കാലം. വരികില്ല നീ ഇരുൾ കയമായി നീ ഇന്ന് ശവദാഹമാണൻ മനസ്സിൽ. വരികില്ലെന്നറിയാം എന്നായിട്ടും മാനം നിൻ വരവും പ്രതീക്ഷിച്ചിരുന്നു. വിരഹത്തിൻ്റെ തീവ്രതയാണ് അതിൻ്റെ അങ്ങേറ്റം. ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവസാനം പറയുന്നുണ്ട്, ചിറകറ്റ പക്ഷിക്കു ചിറകുമായി നീ ഇനി പിറകെ വരല്ലേ. അവസാനം ഈ യാത്ര അവസാനമല്ലോ. നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലെയും അവസാനമാണ്. അവസാനം ഈ യാത്ര അവസാനമല്ലോ. അപ്പോൾ ഞാൻ സംസാരിച്ച് പോയാൽ നീണ്ടുപോകും, എന്നാലും നിർത്തുവാണ്. പക്ഷെ അതിന് മുമ്പേ ഒരു കാര്യം എനിക്ക്, കൊച്ചനിയൻ്റെ പ്രായമേ ഉള്ളൂ, അദ്ദേഹത്തോട് ഒരൊറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. നമ്മളൊക്കെ ഇങ്ങനെ ആയിപ്പോയി എന്താണ്, നമ്മൾ ഓരോരുത്തരും ഓരോ വഴിക്ക് പോകേണ്ടവരാണ്. നമ്മളിവിടെ വന്ന് പെട്ടുപോയി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അസംബ്ലി ഇവിടെ വന്നു, എവിടെയൊക്കെ ഡിസ്പേസ് ചെയ്ത് പോകേണ്ടവരായിരുന്നു. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പ്രസിദ്ധമായ 2-3 വരികളുണ്ട്. 2 roads diverged in the forest and I took one less traveled by and that makes all the difference. വഴി രണ്ടായി വിഭജിക്കുന്നു. ഞാൻ എടുത്ത വഴി ഇങ്ങനെ ആയിപ്പോയി. ആ വഴിയേ വന്നവരാണ് നമ്മളെല്ലാവരും. തെറ്റോ ശരിയോ അറിഞ്ഞുകൂടാ. 2 roads diverged in the forest, in the woods. ഫോറസ്റ്റ് വുഡ്സ് എന്താണ്. ആൻഡ് I took the one less traveled by and that makes all the difference. നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ സമസ്യകൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം അതാണ്. ആ വരികൾ കാച്ചുക്കുറിക്കിയ വരികളാണ്.
And that makes the difference, which path, which road that I took എന്നുള്ളതാണ് ഞാൻ ഇട്ട വഴി. അപ്പോൾ എനിക്ക് എൻ്റെ കൊച്ചനിയൻ്റെ പ്രായമുള്ള ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ള ഒരൊറ്റ വലിയ ഉപദേശങ്ങളൊന്നും കൊടുക്കാനുള്ള പ്രാപ്തിയോ അറിവോ ഒന്നും എനിക്കില്ല. എന്നാലും ഞാൻ അദ്ദേഹത്തോട് പറയാനുള്ള, ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരായിരുന്നവരോടും, ഇപ്പം ഞാനില്ലല്ലോ, ഞാൻ ക്ലാവ് പിടിച്ച് പുറത്ത് പോയല്ലോ, അതുകൊണ്ട് പറയുകയാണ്. അങ്ങനെ ക്ലാവ് പിടിച്ച ഒരുപാട് മനുഷ്യർ ഈ കൂട്ടത്തിലുണ്ട്, വയസ്സായി 58 കഴിഞ്ഞൊക്കെ പോയവർ. അപ്പോൾ എന്നാലും ഒരു വയസ്സാണെന്നുള്ള നമ്മളിനി എന്നാ കൂടിക്കാഴ്ച അങ്ങനെയൊന്നും ഉണ്ടാവുമോ? അത് തന്നെ ഇല്ലല്ലോ. പക്ഷേ എനിക്ക് സാമൂഹിനോട് കൊടുക്കാനുള്ള ഒരു ഉദ്ദേശം, ഇത്തിരി മനുഷ്യപ്പറ്റുള്ള മനുഷ്യനായി ജീവിക്കാൻ നോക്കുക. അതെ, നമ്മുടെ സ്ഥാപനത്തിലില്ലാത്ത, അല്ല സാമൂഹ്യമില്ല എന്നുള്ളതല്ല, നിങ്ങൾ അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യരുത്. അല്ല, മനുഷ്യപ്പറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരം ഉണ്ടാകട്ടെ ജീവിതത്തിൽ. നമ്മുടെ സ്ഥാപനത്തിൽ ശ്രീ സാമുവൽ, എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും ദേവരാജമുള്ള സാറിൻ്റെ ആശയപൂർണമായ അർത്ഥപൂർണമായ ഒരു വലിയ പ്രസംഗം കേട്ടിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വെറും 2 വാക്കുകൾ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. ആദ്യം തന്നെ ഞാൻ സാമുവലിനോടൊരു നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ മുൻ പ്രാസംഗികരെല്ലാം സൂചിപ്പിച്ച പോലെ തന്നെ മുൻപ് റിട്ടയർ ചെയ്ത് പോയവരെയും ഇപ്പോഴുള്ളവരെയും ഒക്കെ ഒന്ന് നേരിൽ കാണുവാനൊരു അവസരം സാമുവൽ ഈ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനോടുകൂടി ഉണ്ടാക്കി തന്നതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. ആ നന്ദി ഞാൻ സാമുവലിൻ്റെ അടുത്ത് രേഖപ്പെടുത്തുകയാണ്. നേരത്തെ വർമ്മ സാർ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു സന്ദർഭം വളരെ അപൂർവമായിട്ടേ കിട്ടാറുള്ളൂ. സാറിന് നമ്മൾ പറയാറുണ്ട്, അതിന് കല്യാണത്തിന് പോകുമ്പം അല്ലെങ്കിൽ മരണത്തിന് പോകുമ്പോഴൊക്കെയാണ് പഴയ ആൾക്കാരെയൊക്കെ ഒന്ന് കാണുന്നതാണ്. അപ്പം ഇപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരെയൊക്കെ കാണാൻ സാമുവലൊരു അവസരം ഉണ്ടാക്കി തന്നതിൽ വളരെ നന്ദിയുണ്ട്. പിന്നെ സാമുവലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഏതാണ്ട് 34 വർഷമല്ലേ സാമുവൽ? 34 വർഷത്തെ സർവീസ് പൂർത്തിയാക്കിയാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. എനിക്കറിയാവുന്നിടത്തോളം ജോയിൻ ചെയ്തപ്പം മുതൽ ഇന്ന് വരെ, ഞാൻ റിട്ടയർ ചെയ്തെങ്കിലും സാമുവലിനെ കുറിച്ച് എനിക്കിപ്പോഴും അറിയാം. നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. മാനേജ്മെൻറ്റ് കൊടുക്കുന്ന ഡയറക്ഷൻസും സാമുവലിൻ്റെ സ്വന്തമായ തീരുമാനങ്ങളും എല്ലാം ഓർഗനൈസേഷനെ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരുന്നതാണ്. സത്യത്തിൽ ഇവിടെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരാനുള്ള ആരോഗ്യസ്ഥിതി എനിക്കില്ല. അതിന് പ്രധാനമായിട്ടും ഞാൻ വന്നതിൻ്റെ കാരണം, എനിക്ക് എല്ലാവരെയും ഒന്ന് കാണുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. ഏതാണ്ട് 7 വർഷത്തോളമായി റിട്ടയർ ആയിട്ട്. അപ്പോൾ എല്ലാവരെയും വല്ലപ്പോഴും കാണുമെങ്കിലും ആ ഒരു കെയറിങ് ഷെയറിങ്ങും ഒക്കെ ഇവിടെ വരുമ്പോൾ ഭയങ്കര രീതിയുമായിട്ട് കിട്ടുന്നുണ്ട്. വളരെ സന്തോഷമുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. പിന്നെ സാമുവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഡോക്ടർ രാജ് സാമുവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് കാര്യം, മൈന്യൂട്ട് കാര്യങ്ങൾ പോലും അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് അനുഭവിച്ച്, എന്ത് കാര്യമായാലും നല്ലതാണെങ്കിലും അതിനെ കൂടുതൽ നല്ല രീതിയിൽ തന്നെ പോകുന്ന ഒരു ജോലിയിലൊക്കെ നമ്മളോടൊക്കെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയും വാക്കുകൾ, ഉദ്യോഗസ്ഥരെ, സഹപ്രവർത്തകരെ, ആദ്യമായിട്ട് എല്ലാവരും പറഞ്ഞതുപോലെ സന്തോഷം പങ്കുവയ്ക്കാനും ഒരവസരം ഉണ്ടാക്കി തന്നതിന് ആദ്യമായിട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്ന ഇതുപോലെ കല്യാണം, എനിക്ക് തോന്നുന്നു ജനറൽ ബോഡിക്ക് സാമുവൽ സാറിനെ ഫുഡ് കമ്മിറ്റി കൺവീനറാക്കി വെച്ചിരുന്നു. ബേബി സാറിൻ്റെ കാലഘട്ടത്തിൽ ബേബി സാറുണ്ടായിരുന്നു ഞങ്ങളൊക്കെ. അപ്പോൾ അറിയാലോ. അപ്പോൾ ഈ ചെങ്ങാതി വിഴിഞ്ഞത്തേക്ക് പോയി. എന്തിനാ വിഴിഞ്ഞത്ത് പോയെന്ന് ചോദിച്ചപ്പോൾ പറയാം, ആ കറക്റ്റായിട്ട് അളന്ന് മീൻ മുറിക്കാൻ വേണ്ടി പോയി. അന്ന് മീൻ കറക്റ്റ് എത്ര അളവൊക്കെ കൊടുത്തിട്ടാണ് ഓർഡർ കൊടുത്തിരിക്കണേ. 100 ഗ്രാം അളവ് നോക്കാൻ പോയത്. അത്രയും ചെറിയ കാര്യങ്ങളിൽ പോലും ഡോക്ടർ കാണിക്കുന്ന ആ സൂക്ഷ്മത അതിപ്പോഴും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എന്നെ ഇപ്പോൾ വരുന്ന വഴിക്ക് 3-4 തവണ വിളിച്ചു, എപ്പോഴാണ് വരുന്നത്, എങ്ങനെ വരുന്നത്. 3:30 വിളിച്ചപ്പോൾ ഞാൻ അരമണിക്കൂർ മുമ്പ് പുറപ്പെട്ടെന്ന് പറഞ്ഞു. പക്ഷേ തിരക്കുകൊണ്ട് ഇവിടെ എത്താൻ പറ്റിയില്ല. എങ്കിലിരുന്നാലും ഡോക്ടറിന് നല്ലൊരു ഭാവിയുള്ളതാണ്. കാരണം ഇപ്പോൾ കാട്ടിൽ നിന്നൊക്കെ മൃഗങ്ങളൊക്കെ നാട്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ അതിലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഡോക്ടർ എന്നാണ് എനിക്ക് കരുതുന്നത്.
മയക്ക അതന്നെ അതന്നെ. അപ്പോൾ നല്ലൊരു ഭാവി ജീവിതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.